ശോഭയെ എന്തിനു ഭയക്കണം? ശോഭയ്ക്ക് പല തീവ്രവാദ ബന്ധങ്ങളുമുണ്ട്. നമുക്ക് എന്റെ പൊന്നെ ദൈവമേ, എന്തൊക്കെയാ ഈ കേൾക്കുന്നത്? ഒരു വനിതാ സംസ്ഥാന നേതാവ് ഒരു ജില്ലയിലുള്ള എന്നെ പോലുള്ള ഒരു പ്രായമായ സ്ത്രീയോട് പറയാൻ പറ്റുന്ന ഭാഷയിലാണോ ഇവർ ഈ പറഞ്ഞിരിക്കുന്നത്? സത്യാഗ്രഹം ഇരിക്കുന്ന നിങ്ങൾ പോസ്റ്റ് ചെയ്ത് തൊഴികളായി വന്നു. തെറി കേട്ടിട്ട് ഇവരുടെ വീട് കൊടുങ്ങല്ലൂർ ഭാഗത്ത് എവിടെയാണെന്ന് തോന്നുന്നു. ആ കോൾ റെക്കോർഡിംഗ് അങ്ങോട്ട് കഴിഞ്ഞതേ ഉള്ളൂ. കിടക്കുന്ന അടുത്തത് ശോഭ പണം കൊടുത്തു എന്നുള്ള കാര്യം പാലക്കാട് എല്ലാവർക്കും മനസ്സിലാക്കാം. ഇതാ പറയുന്നത് കർമ്മ കൊടുത്താ കൊല്ലത്തും കിട്ടും. ഇതിപ്പോ പാലക്കാട് വരെ കിട്ടി തുടങ്ങി. കുഴപ്പമില്ല. ഇതൊക്കെ എന്ത് നീ എന്തെല്ലാം കാണാൻ കിടക്കുന്നു. എന്തായാലും ഇതൊക്കെ കണ്ടപ്പോഴാണ് എനിക്ക് താണ്ട് ഈ സീൻ ഓർമ്മ. നൈനാന്റെ നേതൃത്വത്തിലുള്ള ഈ പഞ്ചായത്ത് ഭരണ സമിതി പാവപ്പെട്ട കർഷക തൊഴിലാളിയുടെ കണ്ണീരൊപ്പാൻ എന്നും പ്രതിജ്ഞാബദ്ധമാണ്. ഏതൊരു പാവപ്പെട്ട തൊഴിലാളിയോടും സ്വന്തം സഹോദരങ്ങളോടെന്ന പോലെ സമഭാവനയോട് പെരുമാറാനാണ് ബിന്ദു നൈനാൻ ശ്രമിച്ചിട്ടുള്ളത്. എന്തെങ്കിലും കിടന്നിരിക്കണം. എന്റെ അച്ഛന്റെ കുത്തുകളൊക്കെ കത്തിച്ചു വെച്ചിരിക്കണം. വെള്ളം തുറന്നു വിടാൻ നിന്റെ അച്ഛന്റെ വകയാണ് വെള്ളം. പൂട്രാ വൈപ്പ്.